KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ കണ്ണും കാതും നാളെ മലപ്പുറത്തേക്ക്. മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപനം നാളെ. തത്സമയം KMIC-യിൽ. SYS ശില്പശാല നാളെ. പുനഃസംഘടനാ മാർഗരേഖയ്ക്ക് അന്തിമ രൂപമായി. SYS സാന്ത്വന അപ്പാർട്ട്മെന്റ് ശിലാസ്ഥാപനവും പൊതുസമ്മേളനവും ഇന്ന്. ദാദ്രിയിൽ അഖ്ലാഖിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് ആട്ടിറച്ചി, അത് ബീഫല്ലെങ്കിൽ തന്റെ ഉപ്പയെ തിരിച്ചു തരുമോ എന്ന അഖ്ലാഖിന്റെ മകൾ സാജിദയുടെ ചോദ്യം ബാക്കി. ഫലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. ദാദ്രിയിൽ ഗോവധത്തിനെതിരെ തീപ്പൊരി പ്രസംഗം നടത്തിയ BJP MLAക്ക് സ്വന്തമായി ബീഫ് ഫാക്ടറി. ഭാര്യയുടെ മുറിച്ചുമാറ്റപ്പെട്ട തലയുമായി ഭർത്താവ് മുംബൈ നഗരത്തിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ കണ്ണും കാതും നാളെ മലപ്പുറത്തേക്ക്. തിരഞ്ഞെടുപ്പ് കൺമുന്നിലെത്തി നിൽക്കെ നിലവിൽ വരുന്ന സുന്നി സമൂഹത്തിന്റെ ബഹുജന സംഘടന വാർത്താ മീഡിയകളിൽ ഇതിനകം വൻ ചർച്ചയായി കഴിഞ്ഞു. മീഡിയകൾ പലതരത്തിലായി സംഘടനയെ ചിത്രീകരിച്ചുവെങ്കിലും നാളെ മലപ്പുറത്ത് നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപനത്തെ ഉറ്റുനോക്കുകയാണ് കേരളം. കേരളത്തിന്റെ പ്രബോധന നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി സുന്നി സംഘശക്തിയുടെ പുതിയ ബഹുജന സംഘടന നാളെ പ്രഖ്യാപിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ കോട്ടക്കൽ താജുൽ ഉലമ നഗറിൽ നടന്ന SYS 60ാം വാർഷിക സമ്മേളനം മുന്നോട്ടുവച്ച ബഹുജന സംഘടനയുടെ ഔപചാരിക പ്രഖ്യാപനമാണ് നാളെ മലപ്പുറത്ത് നടക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് എന്നാണ് ബഹുജന സംഘടന നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിശ്വാസവൈകല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങളെ നിരാകരിക്കുന്ന പുതിയ പ്രവണതകൾ, രാജ്യത്ത് അരാജകത്വവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്ന വർഗീയ ചേരിതിരിവുകൾ, തീവ്രവാദം, ഭീകരത തുടങ്ങിയവ സമൂഹത്തിലുളവാക്കുന്ന അസ്ഥിരതയുടെ പശ്ചാത്തലത്തിൽ പ്രാദേശിക തലങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ദിശാബോധം നൽകുന്നതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ബഹുജന സംഘടന രൂപം കൊള്ളുന്നത്. മുസ്ലിം ജമാഅത്ത് എന്നാൽ മുസ്ലിങ്ങളുടെ കൂട്ടായ്മ എന്നാണ് അർത്ഥം. മുസ്ലിം എന്നതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കൂട്ടായ്മയാണിത്. കേരളത്തിലെ മുസ്ലിം വിശ്വാസികളുടെ ദൈനംദിന ജീവിതമായിരിക്കും കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. വിശ്വാസപരവും അല്ലാത്തതുമായ അവരുടെ ആവശ്യങ്ങളെയും ആശങ്കകളെയും ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുകയും ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിലവിലുള്ള നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളായിരിക്കും ഇക്കാര്യത്തിൽ മുസ്ലിം ജമാഅത്തിന്റെ മാതൃകയെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ജമാഅത്തിന്റെ രൂപീകരണത്തെക്കുറിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ കഴിഞ്ഞ മാർച്ച് 1 തീയതി തീരുമാനമെടുത്തതു മുതൽ സമൂഹത്തിന്റെ വിവിധ ധാരകളെ പ്രതിനിധീകരിക്കുന്നവർ ഈ കൂട്ടായ്മയെക്കുറിച്ച് ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നതെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ആശങ്കകൾ പങ്കുവച്ചവരുമുണ്ട്. ആ പ്രതീക്ഷകളെയും ആശങ്കകളെയും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുസ്ലിം ജമാഅത്ത് കേരള മുസ്ലിങ്ങൾക്കിടയിലെ നിർണായക ശക്തിയായി മാറുകയെന്നും കാന്തപുരം ഉസ്താദ് തന്റെ ഫേസ്ബുക്ക് സന്ദേശത്തിൽ അറിയിച്ചു. നാളെ വൈകുന്നേരം 3-ന് മലപ്പുറം ടൌൺഹാളിൽ നടക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപന പ്രഭാഷണം നടത്തും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, N അലി അബ്ദുള്ള, C മുഹമ്മദ് ഫൈസി തുടങ്ങിയവർ സംസാരിക്കും. ബഹുജന സംഘടനയുടെ യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെയുള്ള ഘടകങ്ങളുടെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നതിനുള്ള സ്റ്റേറ്റ്, ജില്ലാ അഡ്ഹോക് സമിതികളെ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. പ്രഖ്യാപന സമ്മേളനത്തിന് അനുബന്ധമായി സുന്നി സംഘടനകളുടെ സംയുക്ത നിർവാഹക സമിതി യോഗവും മുസ്ലിം ജമാഅത്ത് രൂപവൽക്കരണ SYS പുനഃസംഘടനാ ശില്പശാലകളും കാലത്ത് 10 മുതൽ മഅദിൻ ക്യാമ്പസിൽ നടക്കും. പരിപാടികൾ തത്സമയം KMIC സംപ്രേഷണം ചെയ്യും.
ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് കൊലപ്പെടുത്തിയ അഖ്ലാഖിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ബീഫല്ല ആട്ടിറച്ചിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. ഫോറൻസിക് പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ബീഫാണെന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് കണ്ടെടുത്ത ഇറച്ചി പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. സെപ്റ്റംബർ 28-നായിരുന്നു രാജ്യത്തെ നടുക്കിയ കൊലപാതകം. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ മുഹമ്മദ് അഖ്ലാഖ് എന്ന 52-കാരനെ കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഇറച്ചി പോലീസ് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. വെറ്ററിനറി ലാബിൽ പരിശോധിച്ചതിന് ശേഷം മധുരയിലെ ലാബിലും പരിശോധിക്കുകയായിരുന്നു. ഇനിയൊരു പരിശോധന വേണ്ടെന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചു. അഖ്ലാഖിന്റെ മകനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അത് ബീഫല്ലെങ്കിൽ തന്റെ പിതാവിന്റെ ജീവൻ തിരിച്ചു തരുമോ എന്ന അഖ്ലാഖിന്റെ മകളുടെ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. മാട്ടിറച്ചി നിരോധനത്തിന് മുൻപന്തിയിലുള്ള ബിജെപി എംഎൽഎക്ക് അലിഗറിൽ ബീഫ് ഫാക്ടറിയെന്ന ആരോപണം. ഫാക്ടറിയുടെ ഡയറക്ടർമാരിലൊരാൾ ബിജെപി എംഎൽഎ സംഗീത് സോമനാണെന്നാണ് ദേശീയ മാധ്യമം രേഖകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. 2009-ൽ അലിഗറിൽ ബീഫ് ഫാക്ടറിക്കായി എംഎൽഎ സ്ഥലം വാങ്ങിയെന്നാണ് വിവരം. മൊയ്നുദ്ദീൻ ഖുറൈഷി, യോഗേഷ് റാവത്ത് എന്നിവർക്കൊപ്പം അൽ ദുആ ഫുഡ് പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ് ബിജെപിയുടെ ഈ തീപ്പൊരി നേതാവ്. രജിസ്ട്രേഷൻ രേഖകളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതിക്കായി ഭൂമി വാങ്ങിയിരുന്നുവെന്ന് എംഎൽഎയും സമ്മതിക്കുന്നു. എന്നാൽ ഡയറക്ടറാക്കിയ വിവരം താൻ അറിയില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. താൻ വാങ്ങിയ സ്ഥലം മാസങ്ങൾക്ക് മുമ്പ് ഇറച്ചി കമ്പനിക്ക് വിറ്റതാണ്. താനൊരു ഹിന്ദുവാണെന്നും വിശ്വാസത്തിനെതിരായി ഒന്നും ചെയ്യില്ലെന്നും സോം വ്യക്തമാക്കി. ഫാക്ടറിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് ഹലാൽ ഇറച്ചിക്ക് മുൻപന്തിയിലുള്ള സ്ഥാപനം എന്നാണ്. സോമിനെതിരെ മുസാഫർ നഗർ കലാപത്തിൽ പങ്കുണ്ടെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ദാദ്രി കൊലപാതകത്തിൽ പ്രകോപനപരമായി പ്രസംഗിച്ചതിന് ഉത്തർപ്രദേശ് പോലീസ് മഹേഷ് ശർമ്മയ്ക്കൊപ്പം സംഗീത് സോമിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഫലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ ഫലസ്തീനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജോർദാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് രാഷ്ട്രപതി നിലപാട് വ്യക്തമാക്കിയത്. ദീർഘനാളായി ഇന്ത്യ മുസ്ലിം രാഷ്ട്രമായ ഫലസ്തീനിന് പിന്തുണ നൽകുന്നുണ്ട്. ഫലസ്തീനിന് സ്വതന്ത്ര രാഷ്ട്രപദവി നൽകണമെന്ന യുഎൻ നിലപാടിനെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശ സന്ദർശനത്തിനിടെ ഫലസ്തീനും തുടർന്ന് ഇസ്രായേലും സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ജോർദാൻ, ഫലസ്തീൻ, ഇസ്രായേൽ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ സന്ദർശനം ചരിത്രപരമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ രാഷ്ട്രങ്ങളുമായി ഇന്ത്യക്ക് കാലങ്ങളായി അടുത്ത ബന്ധമുണ്ട്. തന്റെ സന്ദർശനം ഈ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യക്ക് പ്രത്യേക പരിഗണനയുള്ളതിനൊപ്പം തന്നെ ഇസ്രായേലുമായും നല്ല ബന്ധമുണ്ട്. ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കണം. അതിനൊപ്പം ഫലസ്തീനിന് അന്തർദേശീയ തലത്തിൽ ശക്തമായ രാഷ്ട്രീയ പിന്തുണ ആവശ്യമാണെന്നും പ്രണബ് മുഖർജി അഭിമുഖത്തിൽ വ്യക്തമാക്കി. നേരത്തെ രാജ്യത്തിന്റെ മതേതര പ്രതിച്ഛായക്ക് കളങ്കം വീണെന്ന ദാദ്രി സംഭവത്തെക്കുറിച്ച് പ്രസിഡന്റ് പ്രണബ് മുഖർജി വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ പിന്തുണയോടെ സിറിയയിൽ കരയാക്രമണം ശക്തമാവുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. വിമതർ കൈയടക്കിയ സിറിയയിലെ പടിഞ്ഞാറൻ മേഖല തിരിച്ചുപിടിക്കാൻ റഷ്യൻ പിന്തുണയോടുകൂടി ബഷാർ സൈന്യം കരയാക്രമണം ശക്തമാക്കി. ഉടൻ തന്നെ വിമതരെ തുടച്ചുനീക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും സിറിയൻ സൈനിക മേധാവി ജനറൽ അലി അയ്യൂബ് അറിയിച്ചു. റഷ്യയുടെ വ്യോമാക്രമണം കരയുദ്ധത്തിന് കരുത്തുപകരുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. വിമതരെ കൂടാതെ അൽഖയ്ദക്കും ഐഎസിനും നുസ്ര ഫ്രണ്ടിനും സ്വാധീനമുണ്ട് ഈ മേഖലകളിൽ. അതിനിടെ ഹമ പ്രവിശ്യയിൽ ഒരു ഹെലികോപ്റ്റർ വിമതർ വെടിവെച്ചതായി റിപ്പോർട്ടുണ്ട്. ക്രൂസ് മിസൈലുകൾ റഖ, അലെപ്പോ, ഇദ്ലി പ്രവിശ്യകളിലെ വിമതരുടെ കേന്ദ്രങ്ങൾ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി. ഐഎസിനെ തകർക്കാനാണെന്ന വ്യാജേന ബഷാർ സർക്കാരിനെ സഹായിക്കാനാണ് റഷ്യ സിറിയയിൽ ആക്രമണം നടത്തുന്നത് എന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആരോപിച്ചു. സിറിയയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങളാണ് റഷ്യ നടത്തുന്നത് എന്നാണ് നാറ്റോ മുന്നറിയിപ്പ്. വ്യോമാക്രമണത്തിന് പിന്നാലെ മിസൈൽ ആക്രമണം തുടങ്ങിയതിൽ നാറ്റോ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. സിറിയയിൽ നിന്ന് 1200 കിലോമീറ്റർ അകലെയുള്ള കാസ്പിയൻ കടലിൽ നിന്ന് 4 പടക്കപ്പലുകളിലായി 26 ക്രൂയിസ് മിസൈലുകളാണ് റഷ്യ തൊടുത്തുവിട്ടത്. 11 ഐഎസ് കേന്ദ്രങ്ങൾ തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. സിറിയക്കു സൈനിക പിന്തുണ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ടുണീഷ്യൻ സംഘടനയായ ടുണീഷ്യൻ നാഷണൽ ഡയലോഗ് ക്വാർട്ടറ്റിന്. ടുണീഷ്യയിൽ ജനാധിപത്യം കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിനാണ് പുരസ്കാരം. നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ടുണീഷ്യയിലെ 4 സംഘടനകളുടെ കൂട്ടായ്മയാണ് നാഷണൽ ഡയലോഗ് ക്വാർട്ടറ്റ്. 2011-ലെ മുല്ലപ്പൂ വിപ്ലവത്തിനു ശേഷം 2013-ലാണ് സംഘടന രൂപം കൊണ്ടത്. രാഷ്ട്രീയ അരാജകത്വത്തിലായിരുന്ന ടുണീഷ്യയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംഘടനയ്ക്ക് സാധിച്ചതായി നോബൽ കമ്മിറ്റി വിലയിരുത്തി.
രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായും സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 68 സന്നദ്ധ സംഘടനകളും 205 വ്യക്തികളും അടക്കം 273 നോമിനേഷനുകളാണ് ഇത്തവണ നോബൽ സമാധാന പുരസ്കാരത്തിനായി പരിഗണിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ, ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ പരിഗണനയിലുണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ കവർച്ചാ കേസിൽ പരാതി നൽകാനെത്തിയ സ്ത്രീകളടക്കമുള്ള ദലിത് കുടുംബത്തെ പോലീസ് വിവസ്ത്രരാക്കി മർദ്ദിച്ചു. നോയിഡയ്ക്ക് സമീപം ദനാഗുവിലാണ് സംഭവം. ഇവർ സ്വയം നഗ്നരായി പ്രതിഷേധിച്ചെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട്. എന്നാൽ ഇവരെ വസ്ത്രം വലിച്ചുകീറി പോലീസ് വലിച്ചിഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2 സ്ത്രീകളും ഒരു പുരുഷനും ഒരു പിഞ്ചു കുഞ്ഞുമടങ്ങുന്ന കുടുംബമാണ് പരാതിയുമായി സ്റ്റേഷനിലെത്തിയത്. കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായ കവർച്ചയെക്കുറിച്ചായിരുന്നു പരാതി. എന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. തുടർന്ന് ഇവർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഇതോടെയാണ് പോലീസ് ഇവരെ വിവസ്ത്രരാക്കി മർദ്ദിച്ചത്. സംഭവമറിഞ്ഞെത്തിയവരെ പോലീസ് ലാത്തിവീശി ഓടിച്ചു. ഇവർ സ്വയം നഗ്നരായി പ്രതിഷേധിച്ചെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഇതേ രീതിയിലായിരുന്നു പ്രതികരിച്ചത്. എന്നാൽ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സർക്കാരും പോലീസും പ്രതിരോധത്തിലായി. ഭാര്യയുടെ മുറിച്ചുമാറ്റപ്പെട്ട തലയും വെട്ടാനുപയോഗിച്ച കോടാലിയുമായി മുംബൈ നഗരത്തിൽ നടക്കുകയായിരുന്ന ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകദേശം 60 വയസ്സ് തോന്നിപ്പിക്കുന്ന റാം ചവാൻ എന്നുപേരുള്ള ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു കൈയിൽ തലയും മറുകൈയിൽ വെട്ടാനുപയോഗിച്ച കോടാലിയുമായാണ് ഇയാൾ തെരുവിലൂടെ നടന്നത്. നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ട്രാഫിക് പോലീസുകാരൻ തല തുണികൊണ്ട് മറയ്ക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാരോപിച്ചായിരുന്നു ഈ കൊടും ക്രൂരത. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, we of the tradition, struggling for salvation, we are against vice. Fighting for the nation, we of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 2016-18 കാലയളവിലേക്കുള്ള മെമ്പർഷിപ്പ് അടിസ്ഥാനമാക്കി യൂണിറ്റ് മുതൽ സംസ്ഥാന ഘടകം വരെയുള്ള സാരഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി SYS പുനഃസംഘടനാ മാർഗരേഖയ്ക്ക് അന്തിമരൂപമായി. ഇതനുസരിച്ച് നവംബർ 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ യൂണിറ്റ് വാർഷിക കൌൺസിലുകൾ നടക്കും. പ്രാദേശിക ഘടകങ്ങൾ മുഖേന സുന്നി സംഘ കുടുംബത്തിന്റെ അംഗത്വമെടുത്ത 18 മുതൽ 50 വയസ്സുവരെ പ്രായപരിധിയിലുള്ളവരാണ് SYS കൌൺസിലർമാർ. മെമ്പർഷിപ്പ് ഡാറ്റകളുടെ എഡിറ്റിംഗ് യൂണിറ്റ് സർക്കിൾ തലങ്ങളിൽ നടന്നുവരികയാണ്. 15-നകം നടപടികൾ പൂർത്തീകരിച്ച് സംസ്ഥാനതല സൂക്ഷ്മ പരിശോധനയ്ക്കു ശേഷം 31-നകം മെമ്പർഷിപ്പ് രജിസ്റ്ററിന്റെ പകർപ്പ് പ്രസിദ്ധീകരിക്കും. ഇതിനെ ആസ്പദമാക്കിയാണ് യൂണിറ്റ് കൌൺസിലുകൾ വിളിച്ചു ചേർക്കുക. ഡിസംബർ 1 മുതൽ 20 വരെ കാലയളവിൽ സർക്കിൾ, 21 മുതൽ ജനുവരി 5 വരെ കാലയളവിൽ സോൺ, ജനുവരി 6 മുതൽ 15 വരെ കാലയളവിൽ ജില്ലാ വാർഷിക കൌൺസിലുകൾ ചേരും. 22-23 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന വാർഷിക കൌൺസിലോടെ പുനഃസംഘടന പൂർത്തിയാവും. മേൽഘടകങ്ങൾ നിയമിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർമാരാണ് പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകുക. ഇവരുടെ നിയമനം ഒക്ടോബർ 20-നകം പൂർത്തീകരിച്ച് 31-ന് മുമ്പ് ജില്ലാതലങ്ങളിൽ വിശദമായ പരിശീലനം നൽകും. പുനഃസംഘടനാ മാർഗരേഖയെ അടിസ്ഥാനമാക്കിയുള്ള സംസ്ഥാനതല ശില്പശാല നാളെ കാലത്ത് 11 മണിക്ക് മലപ്പുറം മഅദീനിൽ നടക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി, ചീഫ് നിരീക്ഷകൻ, സോൺ ഇലക്ഷൻ ചീഫുമാർ എന്നിവർ പങ്കെടുക്കും.
സർക്കിൾ ED യൂണിറ്റ് ചീഫ് എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സോൺ ശില്പശാലകൾ ഈ മാസം 31-നകം സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ നടക്കും. നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നതോടെ കർമ്മരംഗത്ത് വരുന്ന പ്രസ്ഥാനത്തിന്റെ ബഹുജന ഘടകമായ കേരള മുസ്ലിം ജമാഅത്തിന്റെ രൂപവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടി SYS പുനഃസംഘടനാ പ്രവർത്തനങ്ങൾക്കനുബന്ധമായി നടക്കും. മുസ്ലിം ജമാഅത്തിന്റെ യൂണിറ്റ്, സർക്കിൾ, സോൺ കമ്മിറ്റി രൂപവൽക്കരണ ചുമതല ജില്ലാ അഡ്ഹോക് സമിതിക്കു വിധേയമായി SYS ഇലക്ഷൻ ഡയറക്ടറേറ്റുകൾക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പുനഃസംഘടനാ മാർഗരേഖയ്ക്ക് അന്തിമരൂപം നൽകുന്നതിനായി ചേർന്ന യോഗത്തിൽ സയ്യിദ് മുഹമ്മദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, N. അലി അബ്ദുള്ള, മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. SYS എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സാന്ത്വന അപ്പാർട്ട്മെന്റിന്റെ ശിലാസ്ഥാപനം ഇന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. വൈകിട്ട് 7:30 കളമശ്ശേരി ടൌൺഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു P. തോമസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളുടെ സമൂഹവിവാഹവും ദാറുൽ ഖൈർ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 3 ഭവനങ്ങളുടെ താക്കോൽദാനവും കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, KV തോമസ് MP, MLAമാരായ അൻവർ സാദത്ത്, ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, മുൻ MP P. രാജീവ്, മുഹമ്മദ് അലി, ജമാൽ മണക്കാടൻ, അയ്യൂബ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും രണ്ടാംഘട്ട സാന്ത്വന ഭവന താക്കോൽദാനവും സമൂഹവിവാഹവും ഡിസംബർ 13-ന് കൊച്ചി TSK തങ്ങൾ നഗറിൽ നടക്കുന്ന ജില്ലാ മീലാദ് സമ്മേളനത്തിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ MP അബ്ദുൽ ജബ്ബാർ കാമിൽ സഖാഫി, ജനറൽ കൺവീനർ CI ഹൈദ്രോസ് ആജി, ട്രഷറർ CT ഹാഷിം തങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ കാന്തപുരം ഉസ്താദിനെയും ഖലീൽ തങ്ങളെയും ആദരിക്കലും സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അനുസ്മരണവും നടക്കും. തത്സമയ ദൃശ്യങ്ങൾ KMIC-യിൽ കാണാം. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടേറിയറ്റ് യോഗം നാളെ രാവിലെ 12 മണിക്ക് മലപ്പുറം സ്വലാത്ത് നഗർ മഅ്ദിൻ ക്യാമ്പസിൽ ചേരും. അംഗങ്ങൾ കൃത്യസമയത്ത് യോഗത്തിൽ സംബന്ധിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ധർമ്മപതാകയേന്തുക എന്ന ശീർഷകത്തിൽ നവാഗതരും നവസാരഥികളും സംഗമിക്കുന്ന ഫറൂഖ് സോൺ SYS പഠന ക്യാമ്പ് ഇസ്തിഖാമ 2015 ഈ മാസം 25-ന് ചാലിയത്ത് നടക്കും. കാലത്ത് 6 മണിക്ക് തുടങ്ങുന്ന ക്യാമ്പിൽ വിവിധ സെഷനുകളിലായി സംഘടന, സാരഥ്യം, സമർപ്പണം, സംഘാടനം, ഓഫീസ് വർക്ക്, പ്രബോധകന്റെ ഗുണങ്ങൾ എന്നീ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഇതു സംബന്ധമായി ചേർന്ന യോഗത്തിൽ സയ്യിദ് KV തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി സഖാഫി പെരുമുഖം പദ്ധതി വിശദീകരിച്ചു. ഹുസൈൻ മാസ്റ്റർ സ്വാഗതവും NA ജലീൽ നന്ദിയും പറഞ്ഞു. സമസ്ത കേന്ദ്ര മുശാവറാംഗവും SYS സംസ്ഥാന ട്രഷററുമായിരുന്ന സയ്യിദ് ഉമറുൽ ഫാറൂഖ് ബുഖാരി തങ്ങളെ അനുസ്മരിച്ചു. മഅ്ദിൻ സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഖുർആൻ പാരായണം, തഹ്ലീൽ, ജനാസ നിസ്കാരം, സ്വലാത്തുന്നാരിയ, പ്രാർത്ഥന, അന്നദാനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. വൈസനീയത്തിന്റെ ഭാഗമായുള്ള റീഡിംഗ് ഫെസ്റ്റിവൽ പുസ്തക കിറ്റ് വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. സൌദിയിലെ ബുറൈദ ICF വാർഷിക കൌൺസിൽ ഇന്നലെ ബുറൈദയിൽ സമാപിച്ചു. അബ്ദുൽ ഖാദർ ബാക്കവിയുടെ അധ്യക്ഷതയിൽ സലാം വടകര ഉദ്ഘാടനം ചെയ്തു. അബൂ സ്വാലിഹ് മുസ്ലിയാർ, PKC ഹസൻ മുസ്ലിയാർ, ഏനി ഹാജി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ബുറൈദയിലെ മുഴുവൻ യൂണിറ്റ് പ്രതിനിധികളും പങ്കെടുത്തു. മൊയ്തീൻ സഖാഫ് ഏരിക്കൂർ സ്വാഗതവും ശിഹാബ് സവാമ നന്ദിയും പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ കണ്ണും കാതും നാളെ മലപ്പുറത്തേക്ക്. മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപനം നാളെ. തത്സമയം KMIC-യിൽ. SYS ശില്പശാല നാളെ. പുനഃസംഘടനാ മാർഗരേഖയ്ക്ക് അന്തിമരൂപമായി. ദാദ്രിയിൽ അഖ്ലാഖിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് ആട്ടിറച്ചി, അത് ബീഫല്ലെങ്കിൽ തന്റെ ഉപ്പയെ തിരിച്ചു തരുമോ എന്ന അഖ്ലാഖിന്റെ മകൾ സാജിദയുടെ ചോദ്യം ബാക്കി. ഭാര്യയുടെ മുറിച്ചുമാറ്റപ്പെട്ട തലയുമായി ഭർത്താവ് മുംബൈ നഗരത്തിൽ. ദാദ്രിയിൽ ഗോവധത്തിനെതിരെ തീപ്പൊരി പ്രസംഗം നടത്തിയ BJP MLAക്ക് സ്വന്തമായി ബീഫ് ഫാക്ടറി. ഫലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. SYS സാന്ത്വന അപ്പാർട്ട്മെന്റ് ശിലാസ്ഥാപനവും പൊതുസമ്മേളനവും ഇന്ന്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.